ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സിങ്ക്രണസ് DRAMS ആണ്. ടെക്നോളജി അഡ്വാൻസ് ചെയ്തപ്പോൾ ഡയറക്റ്റായിട്ടും ക്ലോക്ക് വെച്ചിട്ട് സിങ്ക്രണൈസ് ചെയ്യാൻ പറ്റിയ DRAMS ഡെവലപ്പായി. അങ്ങനെയുള്ള മെമ്മറീസിനെ പറയുന്ന പേരാണ് സിങ്ക്രണസ് DRAMS അല്ലെങ്കിൽ SDRAM. ഇവിടെ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഇതിൽ സെല്ലറേ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അസിങ്ക്രണസ് DRAMൽ പറഞ്ഞിരിക്കുന്ന അതേ സെല്ലറയാണ്. അതുപോലെ ഇവിടെ അഡ്രസ്സും ഡേറ്റ കണക്ഷൻസും രജിസ്റ്റേഴ്സ് യൂസ് ചെയ്ത് ബഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓരോ സെൻസ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടും ലാച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സെൻസ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഓരോ ബിറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റാണ് സെൻസ് ആംപ്ലിഫയർ. അപ്പോൾ അതിൻ്റെ എല്ലാ സെൻസ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ടും ലാച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു റീഡ് ഓപ്പറേഷൻ നടക്കുന്ന ടൈമിൽ നമ്മൾ സെലക്ട് ചെയ്ത റോയിലെ എല്ലാ സെൽസിൻ്റെയും വാല്യൂസ് ഈ ലാച്ചിലേക്ക് ലോഡാവും. എന്നാൽ നമ്മളതൊരു റിഫ്രഷ് ഓപ്പറേഷന് വേണ്ടി മാത്രമാണ് ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അല്ലെ ആക്സസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഈ സെൽസിൻ്റെ വാല്യൂസിന് ചേഞ്ചസ് ഒന്നും സംഭവിക്കില്ല. ജസ്റ്റ് അത് റിഫ്രഷ് ചെയ്യുക മാത്രമേ സംഭവിക്കൂ. ഇനി റീഡ് ഓപ്പറേഷൻ ആണെങ്കിൽ ഈ ലാച്ചിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഡേറ്റയിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റാസിനെ മാത്രം ഡേറ്റ ഔട്ട്പുട്ട് രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഡേറ്റ ഔട്ട്പുട്ട് പിന്നിൽ അത് അവൈലബിൾ ആവുകയും ചെയ്യും. ഇനി SDRAMൻ്റെ ഒരു പ്രത്യേകത, അതിന് ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. ഓരോ മോഡിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മോഡ് രജിസ്റ്ററിൽ കറസ്പോണ്ടിങ് കൺട്രോൾ ഇൻഫർമേഷനെ റൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു എക്സാമ്പിൾ മോഡാണ് ഡിഫറെൻറ്റ് ലെങ്ത്തുള്ള ബേസ്റ്റ് ഓപ്പറേഷൻ. ബേസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവായിട്ടുള്ള ബൈറ്റ്സിനെ അല്ലെങ്കിൽ ഒരു മാസ്സായിട്ട് ബൈറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷനാണ് ബേസ്റ്റ് മോഡ്. അപ്പോൾ ഡിഫറെൻറ്റ് ലെങ്ത്തുള്ള ബേസ്റ്റ് മോഡ് SDRAMS സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ SDRAMൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ നമ്മൾ അസിങ്ക്രണസ് DRAMനകത്ത് ഓരോ വട്ടവും കോളം അഡ്രസ്സ് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലായിട്ട് ജനറേറ്റ് ചെയ്ത പൾസസ് CAS എന്ന് പറയുന്ന ആ ഒരു സ്ട്രോബിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആ കോളം അഡ്രസ്സ് ഇൻക്രിമെൻ്റ് ആവുന്നത്. സിങ്ക്രണസ് DRAMൻ്റെ കേസിൽ അങ്ങനെ ഒരു എക്സ്റ്റേണലി ജനറേറ്റഡ് പൾസിൻ്റെ ആവശ്യമില്ല. ഇവിടെ കോളം കൗണ്ടറും ക്ലോക്ക് സിഗ്നലും കൂടെ ആ ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യും. അതായത് ഓരോ ക്ലോക്ക് സൈക്കിളിലും പുതിയ ഓരോ ഡേറ്റ ലൈൻസിൽ അവൈലബിൾ ആവും. ഇവിടെ എല്ലാ ആക്ഷൻസും ക്ലോക്കിൻ്റെ റൈസിങ് എഡ്ജിൽ ആണ് നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് 4 ഉള്ള ഒരു ബസ്റ്റ് റീഡിൻ്റെ ടൈമിംഗ് ഡയഗ്രമാണ്. അതായത് കോൺസിക്യൂട്ടീവായിട്ടുള്ള 4 ബൈറ്റ് ഓഫ് ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ റീഡ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ, അതിൻ്റെ ടൈമിംഗ് ഡയഗ്രാം. ഇവിടെ നിങ്ങൾക്ക് ക്ലോക്ക് കാണാൻ പറ്റും, കാരണം ഇതൊരു സിങ്ക്രണസ് DRAM ആണ്. എല്ലാ ഓപ്പറേഷൻസും ക്ലോക്കുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു റീഡ് ഓർ റൈറ്റ് ലൈനുണ്ട്, RAS ലൈനുണ്ട്, അതായത് റോ അഡ്രസ് സ്ട്രോബ്, CAS ഉണ്ട്, കോളം അഡ്രസ് സ്ട്രോബ്, ദെൻ അഡ്രസ് ഉണ്ട്, ഡേറ്റയുണ്ട്. ഇവിടെ RAS എന്ന് പറയുന്ന ഒരു സിഗ്നൽ, RASൻ്റെ കൺട്രോളിൽ ഫസ്റ്റ് ഒരു റോ അഡ്രസ്സ് ഇത് പ്രൊവൈഡ് ചെയ്യും. റോ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്ത് 2 or 3 സൈക്കിളിന് ശേഷം CAS സിഗ്നലിൻ്റെ കൺട്രോളിൽ കോൾ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ട് കാണാം. റോ എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ 2 സൈക്കിളിന് ശേഷം കോളം എന്ന് കാണിച്ചിട്ടുണ്ട്.
ദെൻ കോൾ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു സൈക്കിളിന് ശേഷം ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഡേറ്റ ലൈനിൽ അവൈലബിൾ ആവും. ഇവിടെ നിങ്ങൾക്ക് കാണാം കോളം എന്ന് അഡ്രസ്സ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിന് കറസ്പോണ്ടിങ് കോളം കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു സൈക്കിളിന് ശേഷം ഡേറ്റയിൽ D0 അവൈലബിൾ ആണ്. ദെൻ അടുത്തടുത്ത സൈക്കിളിലായിട്ട് D1, D2, D3 അങ്ങനെ 4 ബൈറ്റും ഡേറ്റ ലൈൻസിൽ അവൈലബിൾ ആവും. ഇവിടെ D0 ലോഡായതിനു ശേഷം അടുത്ത കോളം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലായിട്ട് ജനറേറ്റ് ചെയ്ത സിഗ്നൽസിൻ്റെ ഒന്നും ആവശ്യമില്ല. കോളം കൗണ്ടറും ക്ലോക്ക് സൈക്കിൾസും യൂസ് ചെയ്ത് തന്നെ കോളം അഡ്രസ് ഇൻക്രിമെൻ്റായി നെക്സ്റ്റ് ബൈറ്റിനെ ഡേറ്റ ലൈൻസിലേക്ക് കിട്ടും. അതുകൊണ്ടാണ് അടുത്ത സൈക്കിളിൽ തന്നെ D1ഉം നെക്സ്റ്റ് സൈക്കിളിൽ D2 ദെൻ D3യും അവൈലബിൾ ആകുന്നത്. SDRAMൻ്റെ ഒരു പ്രത്യേകത, അതിന് ബിൽറ്റ് ഇൻ ആയിട്ട് റിഫ്രഷ് സർക്യൂട്ടറി ഉണ്ട്. ഈ റിഫ്രഷ് സർക്യൂട്ടറിയുടെ ഒരു പാർട്ടാണ് റിഫ്രഷ് കൗണ്ടർ. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ റോസ് ആണോ റിഫ്രഷ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ റിഫ്രഷ് കൗണ്ടറാണ്. ഒരു ടിപ്പിക്കൽ SDRAMൻ്റെ കേസിൽ ഓരോ റോയും എല്ലാ 64 മില്ലി സെക്കൻഡ്സിലും റിഫ്രഷ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. സാധാരണയായിട്ട് പ്രോസസ്സറിനും മെമ്മറിക്കും ബിറ്റ്വീനായിട്ട് ബൈറ്റ്സ് ഓഫ് ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ബേസ്റ്റ് മോഡാണെങ്കിൽ ഒരു പേജ് സൈസോളം വരുന്ന ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഓപ്പറേഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ അവിടെയെല്ലാം അതിൻ്റെ ഒരു എഫിഷ്യൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യും. ഒരെണ്ണം ലേറ്റൻസിയാണ്, മെമ്മറി ലേറ്റൻസിയാണ്. ഒന്ന് ബാൻഡ് വിഡ്ത്താണ്. മെമ്മറി ലേറ്റൻസി എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്നോ മെമ്മറിയിലേക്കോ 1 വേർഡ് ഓഫ് ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് മെമ്മറി ലേറ്റൻസി എന്ന് പറയുന്നത്. ബ്ലോക്ക് ട്രാൻസ്ഫറിൻ്റെ കേസിലാണെങ്കിൽ ലേറ്റൻസി ഡിനോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വേർഡ് ഓഫ് ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എത്ര ടൈം എടുക്കുമോ അതിനെയാണ് മെമ്മറി ലേറ്റൻസി എന്ന് പറയുന്നത്. കാരണം ബ്ലോക്ക് ട്രാൻസ്ഫറിൽ ജസ്റ്റ് 1 വേർഡ് ആയിരിക്കില്ല, കുറേ വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് വേർഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് മെമ്മറി ലേറ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള വേർഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന ടൈമിനേക്കാൾ കൂടുതലായിരിക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ ഉള്ളൊരു ഡയഗ്രത്തിൽ കാണാം. ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് വേർഡ് ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ D0. ഈ D0 ഇവിടെ അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് 5 സൈക്കിൾസ് കഴിഞ്ഞിട്ടാണ് D0 ഇവിടെ അവൈലബിൾ ആയത്. അപ്പോൾ ഇവിടുത്തെ ലേറ്റൻസി 5 ആണ്. 5 ക്ലോക്ക് സൈക്കിൾസ് ആണ് ഇവിടുത്തെ ലേറ്റൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പാരാമീറ്ററാണ് ബാൻഡ് വിഡ്ത്ത്. മെമ്മറി ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ എത്ര ബിറ്റ്സ് അല്ലെങ്കിൽ ബൈറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അതാണ് ബാൻഡ് വിഡ്ത്ത്. ഇത് നമുക്ക് ഈ ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്തിട്ട് ഒരു എൻറ്റയർ ബ്ലോക്ക് ഓഫ് ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് മെമ്മറി ആക്സസിൻ്റെ സ്പീഡ്, 2 ബസ്സിൻ്റെ സ്പീഡ്, മൂന്നാമത്തത് പാരലലായിട്ട് എത്ര ബിറ്റ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും മെമ്മറി ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ. ഇതിനെ നമുക്ക് ജനറലായിട്ട് പറയാം, ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന റേറ്റിൻ്റെയും അതുപോലെ തന്നെ ഡേറ്റാ ബസ്സിൻ്റെയും പ്രോഡക്റ്റായിട്ട് ബാൻഡ് വിഡ്ത്തിനെ പറയാം. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് DDR SDRAM. DDR SDRAM എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് SDRAM എല്ലാ ആക്ഷൻസും അതിൻ്റെ ക്ലോക്ക് സിഗ്നലിൻ്റെ റൈസിങ് എഡ്ജിലായിരിക്കും പെർഫോം ചെയ്യുന്നത്. DDR SDRAM എന്ന് പറഞ്ഞാൽ ഡബിൾ ഡേറ്റ റേറ്റ് SDRAM എന്ന് പറഞ്ഞാൽ
ഇവിടെ ഡേറ്റ ട്രാൻസ്ഫർ ക്ലോക്കിൻ്റെ ബോത്ത് എഡ്ജസിൽ നടക്കും. അതായത് റൈസിങ് എഡ്ജിലും ഫോളിങ് എഡ്ജിലും ഡേറ്റേനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡ് SDRAMൻ്റെ അതേ മെമ്മറി ലേറ്റൻസി തന്നെ ആയിരിക്കും DDR SDRAMനും. പക്ഷേ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം സ്റ്റാൻഡേർഡ് SDRAMൽ റൈസിങ് എഡ്ജിൽ മാത്രമേ ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യൂ. എന്നാൽ DDRനകത്ത് രണ്ട് എഡ്ജിലും റൈസിങ് എഡ്ജിലും ഫോളിങ് എഡ്ജിലും ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് കൊണ്ട് സ്റ്റാൻഡേർഡിനേക്കാൾ ഡബിൾ ഡേറ്റ റേറ്റ് ആയിരിക്കും, ഡബിൾ ബാൻഡ് വിഡ്ത്ത് ആയിരിക്കും DDR SDRAMനുള്ളത്. ഇനി ഇവിടെ ഇതിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ സെൽ അറേനെ 2 ബാങ്ക്സ് ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതിനെ 2 ബാങ്കിനെയും സെപ്പറേറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു ബ്ലോക്കിലെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള വേർഡ്സിനെ ഡിഫറെൻറ്റ് ബാങ്കിൽ സ്റ്റോർ ചെയ്യും. അതായത് ഇപ്പം 0th വേർഡിനെ ഫസ്റ്റ് ബാങ്കിൽ സ്റ്റോർ ചെയ്താൽ ഫസ്റ്റ് വേർഡിനെ സെക്കൻഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ളതിനെ ഡിഫറെൻറ്റ് ബാങ്കിൽ സ്റ്റോർ ചെയ്യും. ഇതിനെ ഇൻ്റർലീവിങ് എന്നാണ് പറയുന്നത്. ഇത് കാരണം സൈമൾട്ടേനിയസ് ആയിട്ട് 2 വേർഡ്സിനെ ആക്സസ് ചെയ്യാനും പറ്റും. അതുപോലെ അതിനെ അടുത്തടുത്ത എഡ്ജസിൽ ക്ലോക്കിൻ്റെ അടുത്തടുത്ത എഡ്ജസിൽ ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. കാരണം 2 എഡ്ജിലും ട്രാൻസ്ഫർ ഓപ്പറേഷൻ പോസിബിളാണ്. ഇതാണ് DDR SDRAM. ഇനി DDR SDRAMസും സ്റ്റാൻഡേർഡ് SDRAMസും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബ്ലോക്ക് ട്രാൻസ്ഫർ ഉള്ള കേസിലാണ്. ഇത് രണ്ടും. നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ലാർജർ മെമ്മറി. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു മെമ്മറി സർക്യൂട്ട് ഒരു സിംഗിൾ ചിപ്പിൽ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നാൽ കുറേ മെമ്മറി ചിപ്സിനെ കണക്ട് ചെയ്ത് ലാർജർ മെമ്മറി ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 മെമ്മറി സിസ്റ്റംസ് ഉണ്ട്. ഒന്ന് സ്റ്റാറ്റിക് മെമ്മറി സിസ്റ്റവും നെക്സ്റ്റ് ഡൈനാമിക് മെമ്മറി സിസ്റ്റവും. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റാറ്റിക് മെമ്മറി സിസ്റ്റമാണ്. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഒരു 2MB32 മെമ്മറീനെ 2MB32 എന്ന് പറയുന്നൊരു ലാർജർ മെമ്മറി, അതിനെ നമുക്ക് 512K/8 എന്ന് പറയുന്ന സ്റ്റാറ്റിക് മെമ്മറി ചിപ്സ്, അങ്ങനത്തെ 16 512K/8 സ്റ്റാറ്റിക് മെമ്മറി ചിപ്സ് വെച്ചിട്ട് ഈ 2MB32 എന്ന് പറയുന്ന വലിയ മെമ്മറീനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഈ ഡയഗ്രാം നിങ്ങൾക്ക് കാണാം. ഇവിടെ 16 ചിപ്സിനെ കാണിച്ചിട്ടുണ്ട്. അത് ഓരോന്നും 512K/8 എന്ന് പറയുന്ന മെമ്മറി ചിപ്പാണ്. അതിനെ 4 കോളത്തിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുവാണ്. 512K/8 ആണ്. അതായത് ഒരു കോളത്തിൽ 1 ബൈറ്റാണ് അതിൻ്റെ സ്റ്റോറേജ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചിപ്പ് സെലക്ട് എന്ന് പറയുന്നൊരു കൺട്രോൾ സിഗ്നലുണ്ട്. ആ ചിപ്പ് സെലക്ട് 1 ആയിട്ടുള്ള ചിപ്സിന് മാത്രമേ ഔട്ട്പുട്ട് ലൈൻസിലേക്ക് അതിൻ്റെ ഡേറ്റ പ്ലേസ് ചെയ്യാൻ പറ്റൂ. ബാക്കിയുള്ള ചിപ്പ് സെലക്ട് വാല്യൂ 0 ആയിട്ടുള്ള ബാക്കിയുള്ള ചിപ്സ് അതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ഇമ്പിഡൻസ് സ്റ്റേറ്റിലായിരിക്കും. ഇനി ഇവിടെ ലാർജർ മെമ്മറി എന്ന് പറയുന്നത് 2M ആണ്, അതായത് 2 മെഗാബിറ്റ്. അപ്പോൾ അത്രയും മെമ്മറീനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് 21 അഡ്രസ് ബിറ്റ്സ് വേണം. കാരണം 2⁻21 2M ആണ്. ഇതിനകത്ത് ഇപ്പോൾ 21 അഡ്രസ് ബിറ്റ് ഉള്ളതിൽ ഹയർ ഓർഡർ 2 ബിറ്റ്സിനെ നമുക്കിവിടെ 4 ചിപ്പ് സെലക്ട് സിഗ്നൽസ് ഉണ്ട്. ആ ചിപ്പ് സെലക്ട് അതായത് 4 റോസിൽ ഏതാണെന്നറിയാം. ഇവിടെ 4 റോസും
4 കോളംസുമായിട്ടാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 4 റോസിൽ ഏത് റോനെയാണ് സെലക്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് 21 അഡ്രസ് ബിറ്റ്സ് ഉള്ളതിൽ ഹയർ ഓർഡർ 2 ബിറ്റ്സിനെ നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ബാക്കിയുള്ള 19 ബിറ്റ്സ് എന്ന് പറയുന്നത് ഓരോ ലൊക്കേഷനിൽ ഓരോ ചിപ്പിന് ഇൻസൈഡ് ആയിട്ടുള്ള ബൈറ്റ് ലൊക്കേഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 19 ബിറ്റ്സിനെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാ ബ്ലോക്കിൻ്റെയും എല്ലാ ചിപ്പിൻ്റെയും റീഡ് ഓർ റൈറ്റ് ഇൻപുട്സിനെ ഒരുമിച്ച് ടൈ ചെയ്തിട്ട് ഒരു സിംഗിൾ റീഡ് ഓർ റൈറ്റ് സിഗ്നലാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല. ഈ ഡയഗ്രാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതായത് 16 512K/8 ചിപ്സ് ഉണ്ട്. ദെൻ ഇത് 4 റോസും 4 കോളംസുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓരോ കോളത്തിലും 1 ബൈറ്റ് വീതമാണുള്ളത്. 21 ബിറ്റ് അഡ്രസ്സാണുള്ളത്. അതിൽ A0 to A18, അതായത് 19 ബിറ്റ് നമ്മൾക്ക് ഓരോ ബൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹയർ ഓർഡർ ആയിട്ടുള്ള A19ഉം A20ഉം ഒരു 2 ബിറ്റ് ഡീകോഡറിലേക്ക് വന്നിട്ട് അവിടുന്ന് റോ വൈസ് എല്ലാ ചിപ്പിലേക്കും പോകുന്നുണ്ട്. അതായത് ഏത് റോ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. 4 റോ ഉണ്ട്. അപ്പോൾ 4 റോനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ബിറ്റ് മതിയാവും. ഇതാണ് സ്റ്റാറ്റിക് മെമ്മറി, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, ഒരു ചിപ്പിനെ ഇവിടെ ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു ചിപ്പിനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന് 19 ബിറ്റ് അഡ്രസ്സ് ഉണ്ടാവും. അതിനെ ബൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. ദെൻ ആ ചിപ്പിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു ചിപ്പ് സെലക്ട് സിഗ്നൽ ഉണ്ടാവും. ദെൻ 8 ബിറ്റുള്ള ഡേറ്റ ഇൻപുട്ടോ ഔട്ട്പുട്ടോ ഉണ്ടാവും. 1 ബൈറ്റാണ് ഇവിടുത്തെ ഡേറ്റ. നെക്സ്റ്റ്, അതാണ് സ്റ്റാറ്റിക് മെമ്മറി. നെക്സ്റ്റ് ഡൈനാമിക് മെമ്മറീസ് ആണ്. നമുക്ക് DRAMS യൂസ് ചെയ്ത് ലാർജ് ഡൈനാമിക് മെമ്മറി സിസ്റ്റംസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റിക് മെമ്മറി സിസ്റ്റത്തിനെ പോലെ തന്നെ. എന്നാൽ ഈ ലാർജ് മെമ്മറി സിസ്റ്റത്തിനെ ഡയറക്റ്റായിട്ട് മദർ ബോർഡിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരുപാട് സ്ഥലം, അതായത് ഒരുപാട് സ്പേസ് അത് യൂട്ടിലൈസ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നത് കൊണ്ട് ഈ മെമ്മറി സിസ്റ്റത്തിന് ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനും ഒക്കില്ല. അതായത് ഫ്യൂച്ചറിൽ അതിനൊരു എക്സ്പാൻഷൻ എന്ന് പറയുന്നതും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിട്ട് വരും. ഒന്നാമത്തെ കാര്യം, അത് ഒരുപാട് സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്, അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒട്ടും ഫ്ലെക്സിബിൾ ആവില്ല. അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഫിസിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫോമിൽ ചെയ്യാം. അതായത് ഇതിനെ മെമ്മറി മൊഡ്യൂൾസ് ആക്കി മാറ്റാം. അതായത് മെമ്മറി ചിപ്സിൻ്റെ ഒരു അസംബ്ലിയാണ് മെമ്മറി മൊഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് കുറേ മെമ്മറി ചിപ്സ് DRAMനെ ചേർത്തിട്ടാണല്ലോ നമുക്ക് ലാർജ് ഡൈനാമിക് മെമ്മറി ഫോം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറേ DRAM ചിപ്സിനെ നമുക്ക് ഒരു സ്മോൾ ബോർഡിലേക്ക് അസംബിൾ ചെയ്യാം. എന്നിട്ട് ആ സ്മോൾ ബോർഡിനെ മദർ ബോർഡിലെ ഒരു സിംഗിൾ സോക്കറ്റിലേക്ക് വെർട്ടിക്കലി പ്ലഗ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതാണ് മെമ്മറി മൊഡ്യൂളിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതായത് കംപ്ലീറ്റ് ആയിട്ടും അതിനെ ഈ മദർ ബോർഡിൽ തന്നെ ഓരോരോ ചിപ്പിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ഏതൊക്കെ ചിപ്പിനെയാണോ വേണ്ടത് അതിനെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ബോർഡിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് ആ സ്മോൾ ബോർഡിനെ നമ്മൾ മദർ ബോർഡിലെ ഒരു സോക്കറ്റിലേക്ക് കൊണ്ടുവന്ന് പ്ലഗ് ചെയ്താൽ മതി. അങ്ങനത്തുള്ള മെമ്മറി യൂണിറ്റ് 2 എക്സാമ്പിൾസ് ഉണ്ട്. ഒന്ന് സിം എന്ന് പറയും, 2 ഡിം, SIMMS. സിം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഇൻലൈൻ മെമ്മറി മൊഡ്യൂളാണ്. ദെൻ ഡിം എന്ന് പറഞ്ഞാൽ DIMM, ഡുവൽ ഇൻലൈൻ മെമ്മറി മൊഡ്യൂൾസ് ആണ്. അപ്പോൾ ഇത് രണ്ടും 2 ലാർജർ മെമ്മറി യൂണിറ്റ്സ് ആണ്. ഡൈനാമിക്
മെമ്മറിയുടെ, അതായത് DRAM യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മദർ ബോർഡിൽ ലെസ് സ്പേസേ അത് ഒക്യുപ്പൈ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഈസി എക്സ്പാൻഷന് ഇത് അലോ ചെയ്യുന്നുണ്ട്. കാരണം റീപ്ലേസ് ചെയ്യാനൊരു ഓപ്ഷനുണ്ട്. കാരണം ഇത് എക്സ്റ്റേർണലി ഉള്ളൊരു മൊഡ്യൂളാണ്. ഇതിനെ മദർ ബോർഡിൽ കൊണ്ടുവന്ന് ഒരു സോക്കറ്റിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ചിപ്പും മദർ ബോർഡിൽ തന്നെയല്ല ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സെപ്പറേറ്റ് ഒരു ബോർഡിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ബോർഡിനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു സോക്കറ്റിൽ പ്ലഗ് ചെയ്യുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് മെമ്മറി സിസ്റ്റം കൺസിഡറേഷൻ. അതായത് ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് റാമിനെ ചൂസ് ചെയ്യുമ്പോൾ അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് അതിൻ്റെ കോസ്റ്റ്, രണ്ട് അതിൻ്റെ സ്പീഡ്, ദെൻ അത് എത്രത്തോളം പവർ ഡിസിപ്പേറ്റ് ചെയ്യുമെന്നുള്ളത്, ദെൻ ആ ചിപ്പിൻ്റെ സൈസ്. സ്റ്റാറ്റിക് റാംസ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ഓപ്പറേഷൻസ് ഉള്ള കേസിലാണ് സ്റ്റാറ്റിക് റാംസ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളാണ് ക്യാഷ് മെമ്മറി. അവിടെ ഫാസ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കണം. അതുകൊണ്ടാണ് സ്റ്റാറ്റിക് റാം യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ മെയിൻ മെമ്മറിയുടെ കേസിൽ ഡൈനാമിക് റാംസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ടോപ്പിക്കാണ് മെമ്മറി കൺട്രോളർ. മെമ്മറി കൺട്രോളർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈനാമിക് മെമ്മറി ചിപ്പിൽ പിന്നിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ചിപ്പിനകത്ത് പിൻസിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അഡ്രസ്സസിനെ മൾട്ടിപ്ലക്സ് ചെയ്തു. സാധാരണ അഡ്രസ്സിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഹയർ ഓർഡർ അഡ്രസ്സിനെ ഒരു അറയ്ക്കകത്ത് റോനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ലോവർ ഓർഡർ അഡ്രസ്സിനെ ആ റോയ്ക്കുള്ളിൽ ഒരു കോളത്തെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ഹയർ ഓർഡർ അഡ്രസ്സിനെ ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് RA സിഗ്നലിൻ്റെ കൺട്രോളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് റോ അഡ്രസ്സ്. കോളം അഡ്രസ്സ് പിന്നീട് ലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് CA സിഗ്നലിൻ്റെ കൺട്രോളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഹയർ ഓർഡർ അഡ്രസ്സ്, ലോവർ ഓർഡർ അഡ്രസ്സ്, റോ അഡ്രസ്സ്, കോളം അഡ്രസ്സ് എന്നൊക്കെ പറയുന്നെങ്കിലും പ്രോസസ്സർ എല്ലാ അഡ്രസ് ബിറ്റ്സിനെയും ഒരേ ടൈമിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഇതിനെ റോ അഡ്രസ്സെന്നും കോളം അഡ്രസ്സെന്നും അല്ലെങ്കിൽ ഹയർ ഓർഡർ അഡ്രസ്സെന്നും ലോവർ ഓർഡർ അഡ്രസ്സെന്നും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തുള്ള മൾട്ടിപ്ലക്സിങ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസ്സറിനും മെമ്മറിക്കും ഇടയിലായിട്ടൊരു യൂണിറ്റിനെ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് മെമ്മറി കൺട്രോളർ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെമ്മറി കൺട്രോളർ സർക്യൂട്ട്. മെമ്മറി കൺട്രോളർ സർക്യൂട്ടിൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രോസസ്സർ, മെമ്മറി, അതിനിടയിലായിട്ട് മെമ്മറി കൺട്രോളർ ഉണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ മെമ്മറി കൺട്രോളറിലേക്ക് എന്തൊക്കെ സിഗ്നൽസ് പ്രോസസ്സറിൽ നിന്ന് വരുന്നെന്നും മെമ്മറി കൺട്രോളറിൽ നിന്ന് എന്തൊക്കെ സിഗ്നൽസാണ് മെമ്മറിയിലേക്ക് പോകുന്നതെന്നും. പ്രോസസ്സറിൽ നിന്ന് അഡ്രസ്സ് ഉണ്ട്, റീഡ് ഓർ റൈറ്റ് സിഗ്നൽ ഉണ്ട്, ഒരു റിക്വസ്റ്റ് ഉണ്ട്, then ഒരു ക്ലോക്ക് ഉണ്ട്. മെമ്മറി കൺട്രോളറിൽ നിന്ന് റോ അല്ലെങ്കിൽ കോളം അഡ്രസ്, RA സിഗ്നൽ, CA സിഗ്നൽ, റീഡ് ഓർ റൈറ്റ്, ചിപ്പ് സെലക്ട്, CS, ക്ലോക്ക്. ദെൻ പ്രോസസ്സറിനും മെമ്മറിക്കും ഇടയിലാണ് ഡേറ്റ എന്ന് പറയുന്ന, അതായത് ഡേറ്റ ബസ് ഉള്ളത്. മെമ്മറി കൺട്രോളർ ഫങ്ഷൻ ഇത് പ്രോസസ്സറിനും മെമ്മറിക്കും ഇടയിലാണ് മെമ്മറി കൺട്രോളർ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. പ്രോസസ്സർ ആദ്യം മെമ്മറി കൺട്രോളറിനൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു റീഡ് അല്ലെങ്കിൽ റൈറ്റ് ആക്സസ് ആവശ്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിക്വസ്റ്റിനൊപ്പം ഇത് പ്രോസസ്സർ ഒരു കംപ്ലീറ്റ് അഡ്രസ്സ് ആണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കംപ്ലീറ്റ് അഡ്രസ്സിനെയും റീഡ് ഓർ റൈറ്റ് സിഗ്നലിനെയും കൂടെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് മെമ്മറി കൺട്രോളർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്.
ആ കംപ്ലീറ്റ് അഡ്രസ്സിനെ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് റോ അല്ലെങ്കിൽ കോളം അഡ്രസ്സായിട്ട്, റോ അഡ്രസ്സ് എന്നും കോളം അഡ്രസ് പോർഷൻ എന്ന് രണ്ടായിട്ടായിരിക്കും കൺട്രോളർ അതിനെ ഫോർവേഡ് ചെയ്യുന്നത്. അതിനൊപ്പം ഇത് RA സിഗ്നലും, റോ അഡ്രസ് സ്ട്രോപ്പ് സിഗ്നലും കോളം അഡ്രസ് സ്ട്രോപ്പ് സിഗ്നൽ, അതായത് CA സിഗ്നലും ജനറേറ്റ് ചെയ്ത് മെമ്മറിക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റീഡ് ഓർ റൈറ്റ് സിഗ്നലും ചിപ്പ് സെലക്ട് സിഗ്നലും മെമ്മറിക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡേറ്റ ലൈൻസ് ഡയറക്റ്റായിട്ട് പ്രോസസ്സറിനും മെമ്മറിയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. ഇനി DRAM ചിപ്പുമായിട്ട് യൂസ് ചെയ്യുമ്പോൾ മെമ്മറി കൺട്രോളർ, DRAM ചിപ്പിൻ്റെ ഒരു പ്രത്യേകത, അതിന് റിഫ്രഷിംഗ് എന്ന് പറയുന്നൊരു ഫെസിലിറ്റി ആവശ്യമായിട്ടുണ്ട്. അപ്പം അവിടെ മെമ്മറി കൺട്രോളർ റിഫ്രഷിംഗ് പ്രോസസ്സറിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് കൗണ്ടറിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിഫ്രഷ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ റോസാണ് റിഫ്രഷ് ചെയ്യേണ്ടത്, അതിൻ്റെ അഡ്രസ്സ്. ഇതാണ് മെമ്മറി കൺട്രോളർ ഫങ്ഷൻ.